ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട the key word of the Bible in the New Testament. I'm going to read it. The Gospel of John, chapter 3, word 16. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. Only this word I'm going to preach it. For God so loved this world. God so loved the world. ദൈവം ഈ ലോകത്തെ, മനുഷ്യനെ ഏറ്റവും സ്നേഹിച്ചു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും, വിശ്വാസത്തിൽ നിൽക്കുന്നവരെയും വിശ്വാസത്തിലല്ലാത്തവരെയും, സ്നാനപ്പെട്ടവരെയും സ്നാനപ്പെടാത്തവരെയും, 10 കൊല്ലം കൊണ്ട് ഈ ആരാധനയ്ക്ക് വരുന്നവരെയും 10 മിനിറ്റ് മുമ്പ് വന്നവരെയും കർത്താവ് സ്നേഹിക്കുന്നു. എവ്രി വൺ ഹല്ലേലൂയ. ആ സ്നേഹം കുറച്ചു പേര് തിരിച്ചറിഞ്ഞു, കുറച്ചു പേര് തിരിച്ചറിഞ്ഞിട്ടില്ല. അവരത് അറിയാൻ പോവുകയാണ്. ഈ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു കീ വേർഡാണിത്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത തോറായിൽ, പഞ്ചഗ്രന്ഥങ്ങളിൽ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളിലെ ഒരു കീ വേർഡാണ് ഡ്യൂട്രോണമി ചാപ്റ്റർ 6 വേർഡ് 5. ആവർത്തനം 6-ാം അധ്യായം 5-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയെ പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. ഈ ശമരിയാക്കാരന്റെ ചരിത്രം യേശു പറയാനുള്ളതിന്റെ കാരണം, ഒരു പരീശൻ എഴുന്നേറ്റ് നിന്നിട്ട് യേശുവിനോട് ചോദിച്ചു, മാസ്റ്റർ, ഗുരു, ആരാണ് യഥാർത്ഥ സ്നേഹിതൻ? യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെരിക്കോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവനെ മുറിവേൽപ്പിച്ചു, അവൻ്റെ വസ്ത്രം അഴിച്ചെടുത്തു, അവനെ അർദ്ധപ്രാണനായി അവർ വഴിയരികിൽ ഇട്ടിട്ടു പോയി. അതുവഴിയായി പുരോഹിതൻ വന്നു, വഴിമാറിക്കടന്നുപോയി. ലേവ്യൻ വന്നു, വഴിമാറിക്കടന്നുപോയി. എന്നാൽ ഒരു ശമര്യനോ അതുവഴി വന്നിട്ട് അവനെ എടുത്ത് എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി വാഹനമൃഗത്തിൽ കയറ്റി വഴി അമ്പലത്തിൽ കൊണ്ടുചെന്ന് അവന് രക്ഷ ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറയുകയാണ് അവിടെ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആ എഴുതിയിരിക്കുന്നതാണ് ആവർത്തനം 6-5 നമ്മൾ വായിച്ച എഴുതപ്പെട്ടതാണ് ലോഗോസ് ആണ്. ഓൾറെഡി എഴുതപ്പെട്ട, പറയപ്പെട്ട, ഉറപ്പിക്കപ്പെട്ട വചനമാണ്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. നിങ്ങൾക്കറിയാമോ, ഈ ഒരൊറ്റ വാക്യം മതി നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകാൻ. ഒത്തിരി ഒന്നും പഠിക്കണമെന്നില്ല, ഒത്തിരി ഒന്നും പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. ഈ ഒരൊറ്റ വാക്യം ഇസ്രായേൽ മക്കൾ തെറ്റിച്ചതാണ് ആ 30 ലക്ഷത്തിലധികം വരുന്ന ക്രൗഡ്, ആ ജനം, ആ കൂട്ടം എത്താൻ കഴിയാതെ പോയത്. ചേർന്ന് ആമീൻ പറഞ്ഞേ. അവർക്കെങ്ങും എത്താൻ കഴിയാതെ പോയതിന്റെ റീസൺ, ദ തിങ് ഈസ്, ഈ വചനത്തെ, ഈ വാക്യത്തെ അവർ വിസ്മരിച്ചു കളഞ്ഞതാണ്. ചേർന്നൊരാമീൻ പറയാമോ? കാരണം നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടെയും കൂടെ സ്നേഹിക്കണം എന്നുള്ള വചനത്തെ മറന്നിട്ട് ഇവർ ഇറച്ചിയെ സ്നേഹിച്ചു, ഇവർ ഭക്ഷണത്തെ സ്നേഹിച്ചു, ഇവർ ഫറവോന്റെ വീട്ടിലെ ഇറച്ചിക്കലങ്ങളെയും ചിറ്റുള്ളിയെയും സ്നേഹിച്ചു. അവർ തങ്ങൾക്കുള്ള എല്ലാറ്റിനേക്കാൾ അധികമായി
ദൈവത്തെക്കാൾ അധികമായി ഭൗതിക നന്മകളെ സ്നേഹിച്ചു. ആ പരീക്ഷയിൽ സത്യം പറഞ്ഞാൽ ആ മരുഭൂമിയിലൂടെ സ്വർഗത്തിലെ ദൈവം ഇവരെ കൊണ്ടുപോയി ഇവരുടെ ഹൃദയം എന്തുവാന്ന് പിടിക്കുമായിരുന്നു. ആ ടെസ്റ്റിൽ, ആ ടെസ്റ്റ് പേപ്പറിൽ, ആ എക്സാമിനേഷനിൽ ഇവരെല്ലാം എഴുതി തോറ്റു. എന്നാൽ ഇതേ എക്സാമിനേഷൻ ദൈവം അബ്രഹാമിനിട്ടു. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ അബ്രഹാമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏക മകനെ, ഒറ്റ മോനെ ഉള്ളൂ, ഒറ്റ പുത്രനേ ഉള്ളൂ, നിന്റെ ഏക മകനെ നീ എനിക്ക് യാഗമായി തരണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു. നമുക്കറിയാം 100 വർഷം, 100ാമത്തെ വർഷം ലഭിക്കുന്ന പുത്രനാണ് ഐസക്. ലാഫ്റ്റർ, ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക്. ഹല്ലേലൂയ. 25 വർഷത്തെ കാത്തിരിപ്പാണ്. അബ്രഹാം പ്രോമിസ് കേൾക്കുന്നത് 75ാമത്തെ വയസ്സിലാണ്. 75ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് ദൂതൻ പറയുന്നത് നിനക്കൊരു മകൻ ഉണ്ടാവുമെന്ന്. ആ പ്രോമിസ് ഫുൾഫിൽ ആകുന്നത് 25 വർഷം കഴിഞ്ഞാണ്. 100ാമത്തെ വയസ്സിലാണ് ഇസഹാക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കയ്യിലും തലയിലും വെച്ചുകൊണ്ട് നടക്കുന്ന തറേ വയ്ക്കാത്ത കൊച്ച്. അത്ര സ്നേഹം. ഏറ്റവും സ്നേഹിക്കുന്ന കുഞ്ഞ് താലോലിക്കുന്നു, കളിപ്പിക്കുന്നു, ചിരിക്കുന്നു, ഭയങ്കര സന്തോഷം. ഈ ഒരു ടൈമിൽ ദൈവം പറയുകയാണ്, നിന്റെ മകനെ നീ എനിക്ക് യാഗമായി തരണം. അവിടെ ദൈവം ഇട്ട പരീക്ഷ, നിന്റെ കുഞ്ഞിനെയാണോ നീ സ്നേഹിക്കുന്നത് അതോ എന്നെയാണോ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയണം. ആ പരീക്ഷ അബ്രഹാം എഴുതി ജയിച്ചു. ആ എക്സാം അബ്രഹാം എഴുതി ജയിച്ചു. ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, സാറേക്കാൾ അധികം അബ്രഹാം എന്നെ സ്നേഹിക്കുന്നു. ഇസഹാക്കിനേക്കാൾ അധികം അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നു. തൻ്റെ എല്ലാറ്റിനേക്കാളും അധികം അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ, ദൈവത്തിന് ബോധ്യമായപ്പോൾ ദൈവം പറഞ്ഞു, ബാലന്റെ മേളിൽ നീ കൈവെക്കണ്ട, കത്തി വെക്കണ്ട, ആട്ടുകൊറ്റനെ ദേ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നീ മലമുകളിൽ കയറി വന്നതുപോലെ അല്ല താഴോട്ട് നീ ഇറങ്ങി പോകാൻ പോകുന്നത്. നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റാൻ പോകുകയാണ്. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും എന്ന് പറയത്തക്ക നിലകളിൽ ദൈവം അബ്രഹാമിനെ ഒരു ചരിത്രമാക്കി, ഒരു രാജ്യമാക്കി, ഒരു ജനതയുടെ ഫാദർ ഓഫ് ദ നേഷൻ, ഒരു ജനതയുടെ പിതാവാക്കി എൻ്റെ ദൈവം മാറ്റി. ഇന്ന് പകൽ ദൈവത്തെ നീ യഥാർത്ഥമായി സ്നേഹിച്ചാൽ, ഇതാ യഥാർത്ഥമായി എൻ്റെ അപ്പനേക്കാൾ അധികം, എൻ്റെ അമ്മയേക്കാൾ അധികം, എൻ്റെ ഭാര്യയേക്കാൾ അധികം, എൻ്റെ പണത്തേക്കാൾ അധികം, എൻ്റെ പദവികളെക്കാൾ അധികം യേശു പറയുന്നു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നേക്കാൾ ഉപരി അപ്പനെയോ അമ്മയോ വീടോ നിലങ്ങളോ പ്രിയപ്പെടുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെ മറ്റൊരു ഇൻറ്റൻഷനും ഇല്ലാതെ ഇന്ന് ഈ ആരാധനയിൽ ഇരിക്കുമ്പോൾ, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ഡാഡി, ഐ ലവ് യു അപ്പാ, എൻ്റെ ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയാൻ തയ്യാറായാൽ നിന്റെ ചരിത്രത്തെ തിരുത്തി എഴുതാൻ ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുകയാണ്. മോറിയ മലയുടെ മുകളിലേക്ക് കയറിപ്പോയ അബ്രഹാം അല്ല മോറിയയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. കാരണം ആ പരീക്ഷയിൽ, ആ ടെസ്റ്റിൽ അബ്രഹാം ജയിച്ചു. ടെസ്റ്റ് വരും. ദൈവത്തിന് ഇത് തമ്പുരാന്റെ ഒരു കുഴപ്പമാണ്, പ്രശ്നമാണ്. ചില സമയങ്ങളിൽ ദൈവം ഈ പരീക്ഷ നമുക്ക് വിടും. ദൈവം ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യും. നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും ബന്ധുക്കാരും നിനക്കെതിരാകുമ്പോ നീ ആരാധനയ്ക്ക് വരുവോ എന്ന് ദൈവത്തിന് അറിയണം. സാമ്പത്തികമായ നന്മ വിചാരിച്ചതുപോലെ വരാതിരിക്കുമ്പോഴും, പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും നിങ്ങളുടെ മനോഭാവം എന്ത് എന്ന് ദൈവത്തിന് അറിയണം. ജീവിതത്തിലെ സമസ്ത നന്മകളും നഷ്ടപ്പെട്ട് സ്കിന്നിനകത്ത് മുഴുവൻ സോറിയാസിസ് പോലെ, കുഷ്ഠം പോലെ രോഗം ബാധിച്ച്
ഒരു ഓട്ട് കഷ്ണം എടുത്തു വെച്ച് ഇങ്ങനെ ആ സ്കിന്ന്, ആ തൊലി ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഇയ്യോബിനോട് ഭാര്യ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇനിയും ഈ ദൈവത്തെ കാത്തിരുന്ന് ജീവിക്കുന്നത് എന്തിനാ മനുഷ്യ, നിങ്ങൾക്ക് പോയി മരിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ ഭാര്യയെ നോക്കി ജോബ് പറയുകയാണ്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ എന്നോട് എന്താ സംസാരിക്കുന്നേ? നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നെങ്കിൽ തിന്മയും കൈക്കൊള്ളരുതോ? എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. യോബിനിട്ട ടെസ്റ്റിൽ യോബ് ജയിച്ചു. അബ്രഹാമിനിട്ട ടെസ്റ്റിൽ അബ്രഹാം ജയിച്ചു. നിങ്ങൾക്ക് വന്ന ടെസ്റ്റിൽ നിങ്ങൾ ജയിച്ചോ? നിന്റെ ദൈവമായ യഹോവേ നിനക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാൻ കഴിഞ്ഞോ? ഈ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആണ്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ല ഫീലിംഗ്, ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ് ലവ്, സ്നേഹം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് വേറൊരു സാധനം ഇല്ല. പലപ്പോഴും ഈ സ്നേഹത്തെ കൃത്യമായ അനുപാതത്തിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവിൽ ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പേരൻസിന് കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട്, പേരൻസ് മക്കൾക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട്, അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട്, ഹസ്ബൻഡ് വൈഫിന് കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട്, വൈഫ് ഹസ്ബൻഡിനോട് കാണിക്കേണ്ട ഒരു സ്നേഹമുണ്ട്. സ്നേഹത്തിൽ ക്ഷമയുണ്ട്, സ്നേഹത്തിൽ സമാധാനമുണ്ട്, സ്നേഹത്തിൽ ഐക്യതയുണ്ട്. സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ട്, സ്നേഹമുള്ളിടത്ത് ഐക്യതയുണ്ട്, സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്, സ്നേഹമുള്ളിടത്ത് ഹെവനുണ്ട്, ഹെവൻ, സ്വർഗം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13 അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഞാൻ ചിലമ്പുന്ന കൈത്താളം അത്രേ. പിന്നൊന്നും കേൾക്കാനില്ല, പിന്നൊന്നും അറിയാനില്ല. 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ആ മലയെ ചാടിച്ചപ്പുറത്തോട്ട് കൊണ്ടുപോകത്തക്കവണ്ണം വിശ്വാസം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതും ഇല്ല. പുല്ലുണങ്ങും, പൂവാടും, ദൈവവചനം എന്നേക്കെന്നേക്കും. ഓക്കെ, ഞാനൊരു ചിന്ത പറയാം. നിങ്ങളിത് കണ്ടല്ലോ അല്ലേ? 1 കൊരിന്ത്യർ 13 കംപ്ലീറ്റ് ലവ്, സ്നേഹ, കംപ്ലീറ്റ് സ്നേഹ. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 ഒന്ന് കാണിക്കാമോ? 12 ഒന്ന് കാണിക്കാമോ? 12-1. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. നൗ കൺസേണിംഗ് സ്പിരിച്വൽ ഗിഫ്റ്റ് ബ്രദറൻ ഐ വുഡ് നോട്ട് ഹാവ് യു ഇഗ്നോറന്റ്. നിങ്ങൾ ഒരിക്കലും സ്പിരിച്വൽ ഗിഫ്റ്റുകളെ കുറിച്ച് ഇഗ്നോറന്റ് ആയിരിക്കരുത്. പിന്നെ അടുത്ത ആ അധ്യായം നിങ്ങൾ നോക്കണം. 3-ാമത്തെ വാക്യം നോക്കി, 3-ാമത്തെ വാക്യം നോക്കി. ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ യേശു ശപിക്കപ്പെട്ടെന്ന് പറയുന്നില്ല. 4, 5, 6, 7, 9 വാക്യങ്ങളിലെ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവെന്നത്രേ. ഈ 1 കൊരിന്ത്യൻസ് എന്നെ നോക്കണം. ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാനാണ്. ഈ 1 കൊരിന്ത്യർ പറഞ്ഞേ, 1 കൊരിന്ത്യർ 12-ാം അധ്യായം മുഴുവനും കൃപാവരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 9 ഗിഫ്റ്റും. വാക്യം 8-9 പോകുമ്പോഴത്തേനും അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഒരുത്തൻ ആത്മാവിൽ ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തൻ അതേ ആത്മാവിൽ പരിജ്ഞാനത്തിന്റെ വചനം. 9-ാം വാക്യത്തിൽ പറഞ്ഞു, വേറൊരുത്തൻ അതേ ആത്മാവിൽ വിശ്വാസം, വേറൊരുത്തന് രോഗശാന്തിയുടെ വരം, ഗ്ലോറി റിസീവ് ഇറ്റ്, മറ്റൊരുത്തന് വീര്യപ്രവൃത്തി, മറ്റൊരുത്തന് പ്രവചനം, മറ്റൊരുത്തന് ആത്മാക്കളുടെ വിവേചനം. ഓ, റിസീവ് ഇറ്റ്. ഹല്ലേലൂയ. മുഴുവൻ എന്തിനെ കുറിച്ചാ പറയുന്നത്? 12-ാം അധ്യായം മുഴുവനും സ്പിരിച്വൽ ഗിഫ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഹൗ മെനി പീപ്പിൾ വാണ്ട് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്? ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. അപ്പൊ 12-ാം അധ്യായത്തിൽ മുഴുവൻ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? വായിച്ചു നോക്കിയാൽ മതി. ഇനി 14-ാം അധ്യായത്തിൽ പോയി. 14-ാം അധ്യായം എന്തോ പറയുന്നതെന്നറിയാവോ?
14 അധ്യായത്തിന്റെ 2-ാം വാക്യം, പ്രവചനവരം വാഞ്ചിപ്പീൻ. അന്യഭാഷയെ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല, ദൈവത്തോട് അത്രേ സംസാരിക്കുന്നു. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി പ്രവചിക്കുന്നു. ബ്രദർ, സിസ്റ്റർ, ലിസൺ ടു മീ. 1 കൊരിന്ത്യർ 12-ാം അധ്യായം സ്പിരിച്വൽ ഗിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം ഹൗ ടു ഓപ്പറേറ്റ് ദാറ്റ് സ്പിരിച്വൽ ഗിഫ്റ്റ്. എവിടെ പ്രവചിക്കണം, ആരോട് പ്രവചിക്കണം, അന്യഭാഷ പറയുന്നതിൻ്റെ ബ്ലെസ്സിങ് എന്താ, അന്യഭാഷ എപ്പോഴാ പറയേണ്ടി, എപ്പോഴാ പറയേണ്ടാത്ത. 14-ാം അധ്യായത്തിനകത്ത് ഹൗ ടു ഓപ്പറേറ്റ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ വായിച്ച എന്തുവാ, ഇതിൻ്റെ ഇടയ്ക്കൊരു അധ്യായം ഇപ്പോൾ വായിച്ചല്ലോ, 1 കൊരിന്ത്യർ 13. അതിനകത്ത് മുഴുവൻ എന്തോ എഴുതിയിരിക്കുന്നത്, 12-ാം അധ്യായത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്, സ്പിരിച്വൽ ഗിഫ്റ്റ്. 14-ാം അധ്യായത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്, ഹൗ ടു ഓപ്പറേറ്റ് ദാറ്റ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആ ആത്മീക വരങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ 13-ാം അധ്യായത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്, ബർഗർ മേടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബണ്ണ് കാണും. ബണ്ണ് കാണുമോ? അതിൻ്റെ മുകളിലും ഒരു ബണ്ണ് കാണും. ഈ അടിയിലിരിക്കുന്ന ബണ്ണിനകത്ത് എഴുതി വെക്കണം 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12. മുകളിൽ ഇരിക്കുന്ന ബണ്ണിനകത്ത് എഴുതി വെക്കണം 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 14. ഞാൻ പറയട്ടെ, കൃപാവരം ഒരു ബണ്ണ, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബണ്ണ. പക്ഷെ ഇത് ഫില്ല് ചെയ്യുന്നതിന് വാല്യൂ കൊടുക്കുന്നത് അതിനകത്ത് ഫില്ലിങ് ആണ്. ചാപ്റ്റർ 13 ഈ സ്നേഹം എന്ന ഫില്ലിങ് ഇല്ലാതെ പ്രവചനം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. സ്നേഹം എന്ന ഫില്ലിങ് ഇല്ലാതെ വേറെ എന്തൊക്കെ ഗിഫ്റ്റ് ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. ബർഗറിന് വാല്യൂ ഉണ്ടാകുന്നത് ഈ 2 ബണ്ണല്ല, അതിൻ്റെ അകത്ത് ഫില്ലിങ്ങാ. അത് ബീഫാണോ ചിക്കൻ ആണോ വെജിറ്റേറിയൻ ആണോ, അതിനകത്ത് വരുന്ന ഫില്ലിംഗ് ആണ് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിനകത്ത് ഫില്ലായിരിക്കേണ്ടത് ദ ലവ് ഓഫ് ഗോഡ് ആയിരിക്കണം, ദൈവത്തിൻ്റെ സ്നേഹമായിരിക്കണം. ദാറ്റ് ഈസ് എ വാല്യുബിൾ തിങ്. അതാണ് അതിൻ്റെ വില. ഹല്ലേലൂയ. അതിൻ്റെ വില അതാ. നമ്മൾ ഒരാൾക്ക് കൊടുത്ത സ്നേഹം, നമ്മൾ ഒരാളോട് കാണിച്ച ദൈവ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹമാ അവരൊരിക്കലും മറക്കാത്തത്. ചേർന്ന് ആമീൻ പറയാൻ എത്ര പേരുണ്ട്? They never forget that. Hallelujah. നമ്മുടെ പ്രതിസന്ധിയിൽ, അവരുടെ പ്രശ്നത്തിൽ, അവരുടെ വേദനയിൽ, അവരുടെ പ്രതികൂലത്തിൽ അവരെ ചേർത്ത് പിടിച്ചത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ചർച്ചില്, കൊട്ടാരക്കര ചർച്ചില്, അവിടെ ഈ വാതുക്കൽ നിൽക്കുന്ന അഷോസായിട്ട് നിൽക്കുന്ന ലീഡേഴ്സായിട്ട് നിൽക്കുന്ന 4 പേരുണ്ട്. അത് ഈ പുള്ളി ഞങ്ങളുടെ ചർച്ചിൽ ഒരു മനുഷ്യൻ കരുനാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നു. ഈ ജിപ്സം ബോർഡിൻ്റെ ഒക്കെ പണി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ടെസ്റ്റിമോണി പറഞ്ഞതാ. അദ്ദേഹം ആദ്യം ചർച്ചിൽ വന്നു. അന്ന് ആ സർവീസിൽ 3000 അബോ ആളുകൾ ഗ്യാദർ ചെയ്ത സൺഡേ സർവീസാണ്. മീറ്റിംഗ് കഴിഞ്ഞു, ഒത്തിരി പേര് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. പുള്ളിക്ക് കാണാനോ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനോ പറ്റിയില്ല. പക്ഷെ അന്ന് പുള്ളി ചർച്ചിൽ വന്നപ്പോൾ ഈ വെളിയിൽ നിന്ന ബ്രദർ അജി, ആ സഹോദരൻ, ഈ സഹോദരൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, പുള്ളിയെ കണ്ടിട്ടൊന്നുമില്ല, കണ്ടപ്പോഴേ നല്ല ചിരിച്ചു വളരെ പ്ലസൻ്റായിട്ട് കൈയൊക്കെ ഒന്ന് കൊടുത്ത് കുലുക്കി തോളത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, കർത്താവ് ഒന്ന് അത്ഭുതം ചെയ്യും, സഹോദരനെ ദൈവം സ്നേഹിക്കുന്നു, അകത്ത് ചെന്നിരുന്നോ, ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേ പോകത്തുള്ളൂ. ഈ വന്ന പുള്ളിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പുള്ളി പക്ഷേ ഈ ഒരു കൈ പിടിച്ച് കുലുക്കി സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, ബ്ലസ് ചെയ്യുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പുള്ളി ആ മീറ്റിങ്ങിൽ അന്ന് വന്ന് വചന ശുശ്രൂഷയും തിരക്കും ഇതെല്ലാം നോക്കിയിട്ട് പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊന്നും കണ്ടു പ്രാർത്ഥിക്കാനൊന്നും നടക്കൂല, ഇനി ഇവിടെ വന്നിട്ടൊന്നും കാര്യമില്ല എന്നൊരു മൈൻഡ് സെറ്റില്ല പുള്ളി തിരിച്ചു പോന്നെ. പക്ഷേ ഈ സഹോദരൻ സ്റ്റേജിൽ ടെസ്റ്റിമോണി പറയാൻ വന്നപ്പോൾ പറയുമായിരുന്നു, പക്ഷെ ഞാൻ അടുത്ത സൺഡേയിലും വന്നു, അത് ടിനുപാസെ കാണാൻ വേണ്ടിയല്ല, ആ വെളിയിൽ നിൽക്കുന്ന സഹോദരനെ കാണാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ മനുഷ്യൻ, നമ്മൾ ലിസൺ ടു മീ, നമ്മൾ ഒരാൾക്ക് കൈ കൊടുക്കുന്നത്, നമ്മൾ ഒരാളെ ഒന്ന് അവരുടെ പ്രശ്നത്തിൽ ഒന്ന് റബ്ബ് ചെയ്യുന്നത്, അവരെ ഒന്ന് സ്നേഹത്തോടെ തലോടുന്നത്, ഈ സ്നേഹം പ്രകടമാക്കാനുള്ളത്. എല്ലാവരും പറഞ്ഞ സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ
5:8 അത് തന്നെ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ്, സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എന്തോ നല്ലൊരു മലയാളം. സ്നേഹത്തെ പ്രകടമാക്കുന്നു, സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ആ ക്രൂശിലേക്കൊന്ന് നോക്കിയേ. ആ ക്രൂശിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളോടുള്ള എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. സ്നേഹം എന്താന്നുള്ളത് ഈ ഭൂമിയിൽ വന്ന് യേശു പ്രകടമാക്കി. യേശു അത് വെളിപ്പെടുത്തി. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ പറഞ്ഞു, അവരെ തടയല്, അവരെ എൻ്റെ അടുത്ത് വിടാം. ആ സ്നേഹത്തെ കർത്താവ് അങ്ങ് പ്രകടമാക്കി. ക്രൂശിലെ മരണത്തോളം. അത്രയൊന്നും ഒരു ഭർത്താവിന് ചെയ്യാൻ പറ്റുകയില്ല, അത്രയൊന്നും ഒരു ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ല, അത്രയൊന്നും അപ്പനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റുകയില്ല. എനിക്ക് വേണ്ടി ജീവനെ തന്ന്, എനിക്ക് വേണ്ടി രക്തം തന്ന്, എനിക്ക് വേണ്ടി ശരീരം തന്ന്, എനിക്ക് വേണ്ടി ആത്മാവിനെ തന്ന്, എനിക്ക് വേണ്ടി സകലവും തന്ന് എന്നെ സ്നേഹിച്ച സ്നേഹം. He demonstrated his own love. അവന്റെ സ്നേഹത്തെ അവൻ ക്രൂശിൽ പ്രകടമാക്കി. Who is your role model? Can you please tell that name here? Who is your role model? നിങ്ങളുടെ മാതൃക ആരാ? നിങ്ങൾ ആരെയാ ഫോളോ ചെയ്യുന്നേ? നിങ്ങൾ ആരെയാ അനുഗമിക്കുന്നേ? അപ്പോ ആരുടെ സ്വഭാവമായി നീ കാണണ്ടേ? യേശുവിന്റെ സ്വഭാവം സ്നേഹം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അല്ലായിരുന്നു. ആ സ്നേഹത്തെ ജീവൻ തന്ന് വെളിപ്പെടുത്തി. ഈ സ്നേഹം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കാനോ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാനോ ഉള്ളതല്ല. ഈ മനുഷ്യ ആയുസിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പം അത് വെളിപ്പെടുത്താനുള്ളതാണ്. നമുക്ക് സംസാരത്തിലൂടെ സ്നേഹം വെളിപ്പെടുത്താം, സ്പർശനത്തിലൂടെ. ഈ സഹോദരൻ സങ്കടപ്പെട്ടിരിക്കുക, ബ്രദറെ ഗോഡ് ബ്ലെസ് യു, നോ വറീസ്. സ്പർശനത്തിലൂടെ, ടച്ചിങ്ങിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. എന്ത് കൊടുക്കുന്നതിലൂടെ? ആരും കേട്ടില്ലല്ലോ ഇവിടെ. സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. സമയം ചെലവഴിക്കുന്നതിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. പക്ഷെ യേശു തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയത് തൻ്റെ സ്വന്തം രക്തം. His precious blood and his body's life. അവന്റെ ജീവനും ജീവിതവും ശരീരവും മുഴുവൻ തന്ന സ്നേഹത്തെ വെളിപ്പെടുത്തിയെങ്കിൽ ആ സ്നേഹത്തോട് കമ്പയർ ചെയ്യാൻ മറ്റൊരു സ്നേഹമില്ല. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ സ്നേഹത്തെ വെളിപ്പെടുത്താറുണ്ട്? എത്ര പേർ നിങ്ങളുടെ മക്കളോട് ഐ ലവ് യു എന്ന് പറയാറുണ്ട്? എൻ്റെ മോളോട്, എൻ്റെ മോനോട് ഞാൻ മിക്കവാറും ഐ ലവ് യു എന്നൊക്കെ പറയും. ചേർത്ത് പിടിച്ച് മക്കളെ ലവ് യുടെ കൂട്ടാ ചക്കരെ അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? കുറച്ച് പേരേ ഉള്ളോ? പറയണം കേട്ടോ. നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകേണ്ടത് നിങ്ങളുടെ മക്കളാണ്. നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകേണ്ടത് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ വെളിപ്പെടുത്താതിരിക്കരുത്. അത് പ്രകടമാക്കണം. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. ആ സ്നേഹത്തെ നിങ്ങൾ വെളിപ്പെടുത്തുന്നവരാകണം. യേശു ആ സ്നേഹത്തെ ക്രൂശിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഇനി how many people are loving Jesus, are loving God here? കർത്താവിനെ സ്നേഹിക്കുന്നവരൊന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച്. ദാവീദ് സ്നേഹത്തെ വെളിപ്പെടുത്തിയ കേൾക്കണോ? നിങ്ങൾക്ക് കേൾക്കണോ? ഞാനൊരു വാക്യം വായിപ്പിക്കാൻ പോവാ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഭാഗം 116 സങ്കീർത്തനം, അതിൻ്റെ 1 വാക്യം നിങ്ങൾ നോക്കിയേ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എത്ര പേർക്ക് അങ്ങനെങ്കിലും ഇവിടെ പറയാൻ പറ്റും, എൻ്റെ തമ്പുരാൻ, എൻ്റെ ദൈവം പലപ്പോഴും എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് മറുപടി തന്നിട്ടുള്ളവനാ. ഐ ലവ് യു മൈ ഗാഡ്. നോക്കിയേ, ഐ ലവ് ദ ലോർഡ്. എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. 6 വാക്യം നോക്കി, 6 വാക്യം നോക്കി. അവൻ എന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. 7 വാക്യം നോക്കി. അവൻ എനിക്ക്, ഞാൻ പെട്ടെന്ന് പറയാം. 7 വാക്യത്തിൽ അവൻ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു.
എന്തൊക്കെ കാരണം കൊണ്ടാണ് ആ മനുഷ്യൻ സ്നേഹിച്ചെന്ന് നോക്കണം. അവൻ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. 8ാമത്തെ വാക്യത്തിൽ നോക്കി, അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. 16ാമത്തെ വാക്യം നോക്കി, ദൈവമേ നിന്റെ ദാസനാക്കി നീ എന്നെ മാറ്റിയിരിക്കുകയാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അടുത്ത വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കൽ. ആ 16ാം വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഐ ലവ് ലോർഡ്, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് 6 റീസൺ പറഞ്ഞ, 6 കാരണങ്ങൾ. 6 കാരണങ്ങൾ ദാവീദ് പറയുന്നു. 1, അവൻ എൻ്റെ പ്രാർത്ഥനയും യാചനയും കൈക്കൊണ്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എനിക്ക് ഉപകാരം ചെയ്തതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്നെ മരണത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവിടുത്തെ ദാസനായി, 5ാമതായി അവിടുത്തെ ദാസനായി എന്നെ മാറ്റിയതിനാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. 6ാമതായി നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചതിനാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ആ കൈ ഒന്ന് അടിച്ച് കർത്താവ് ഒരെണ്ണമെങ്കിലും എന്നിട്ട് വാ തുറന്ന് പറഞ്ഞേ, ഐ ലവ് യു മൈ ലോർഡ്. Lift your voice and let us say, everyone here, I love you my Lord. You hear my prayer, Lord. You saved me, Lord. You delivered me, Lord. I thank you, Lord. I love you my Jesus. ഇത് പറഞ്ഞ, ഇത് ഇഷ്ടമല്ല, ഇത് സ്നേഹമാണ്. സ്നേഹമാണ്. അവിടെ പറഞ്ഞില്ലല്ലോ, ഇത് ഇഷ്ടമല്ല, ഇത് ഇഷ്ടമല്ല, ഇത് സ്നേഹമാണ്. സ്നേഹമാണ്. ഉറക്കെ പറഞ്ഞ, ലൈക്ക് അല്ല, ലൈക്ക് അല്ല, ലവ് ആണ്. ലവ് ആണ്. ദൈവത്തിന്റെ സ്നേഹം ലൈക്ക് അല്ല, ലവ് ആണ്. ലവ് ആണ്. ഇഷ്ടമല്ല, പക്ഷെ ഇത് സ്നേഹമാണ്. ഞാനൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പിണങ്ങുമോ? പിണങ്ങത്തില്ലല്ലോ. ഇപ്പൊ തന്നെ ചിലരെന്നെ നോക്കുന്നുണ്ട്. പിണങ്ങുമോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ മാത്രം ശരിക്കും പറഞ്ഞാലേ കർത്താവിന് നമ്മളെ ഇഷ്ടമൊന്നുമല്ല. സത്യം, ദൈവത്തിന് നമ്മളെ ഇഷ്ടമൊന്നുമല്ല. ഇഷ്ടപ്പെടാൻ എന്നായിരിക്കുന്നു, പക്ഷെ അവന് നമ്മളോട് സ്നേഹ. ഉറപ്പാ. എന്തോ ഈ ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയട്ടെ. നേരത്തെ പുള്ളിക്ക് വെജിറ്റേറിയൻ ആയിരുന്നു ഇഷ്ടം, ഇപ്പൊ പുള്ളിക്ക് നോൺ വെജ് ആണ് ഇഷ്ടം. നേരത്തെ ചിക്കൻ ആയിരുന്നു ഇഷ്ടം, ഇപ്പൊ ചിക്കൻ ഇഷ്ടമല്ല, ഇപ്പൊ പുള്ളിക്ക് ഫിഷ് ആണ് ഇഷ്ടം. ഇഷ്ടം മാറും, ഇഷ്ടങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാകും, പക്ഷെ സ്നേഹമോ ഒരു നാളും മുതിർന്നു പോകത്തില്ല. Like will change it, but love never fails. സത്യമാണ് പാസ്റ്റർ ക്രിസ്ത്യനെ, ആരനെ സത്യമാണ്. നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മളിൽ എന്നായിരിക്കുന്നു ദൈവത്തിന്? അലക്സ് ബ്രദറെ, നമ്മളെ ദൈവത്തിന് ഇഷ്ടപ്പെടാൻ നമ്മളിൽ എന്നായിരിക്കുന്നു? എന്നാ ചെയ്തിട്ടാ? നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം ദൈവത്തിന് മുമ്പിൽ കറ പുരണ്ട തുണി പോലെ എന്നാ. നിങ്ങൾ ആ പാത്രം പിടിക്കുന്ന തുണി പോലെ ഉള്ളൂ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രവർത്തികളെല്ലാം. പക്ഷേ അവന് നമ്മളോട് സ്നേഹമാണ്. അവൻ്റെ സ്നേഹം ഒരു നാളും. അപ്പോൾ ഒരു ഭർത്താവിന് ഭാര്യയോട് ഉണ്ടാകേണ്ടതും ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഉണ്ടാകേണ്ടതും ഒരു പാസ്റ്ററിന് വിശ്വാസികളോട് ഉണ്ടാകേണ്ടത് ലൈക്കല്ല. ലൈക്ക് വരുന്ന എപ്പോഴാണെന്നറിയാമോ? നല്ല പോസ്റ്റുകൾക്ക് ലൈക്ക് കൊടുത്തിട്ടുള്ളവരെന്ന് കൈ ഉയർത്തി. നല്ല ഫേസ്ബുക്കിൽ വരുന്ന നല്ല പോസ്റ്റുകൾക്ക് ലൈക്ക് കൊടുത്തിട്ടുള്ളവർ. ഇഷ്ടപ്പെടാത്ത പോസ്റ്റുകൾക്ക് ലൈക്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പം ഭാര്യയോട് നിങ്ങൾക്ക് ലൈക്ക് ആണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ, ആ ഇഷ്ടം മാത്രമേ ഉള്ളെങ്കിൽ, എന്തോ പുള്ളിക്കാരിയുടെ സൗന്ദര്യം, പൈസ, സ്വഭാവം, എന്തോ ഒരു നല്ല കാര്യം കണ്ടിട്ടാണ് നിങ്ങൾ ആ സ്നേഹിക്കുന്നത്. പക്ഷെ ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ എന്നെ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ എന്നിൽ ഒരു സാധനവും ഇല്ല. അവിടെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയാൽ, അവിടെ നമുക്ക് കരുതാൻ പറ്റിയാൽ വിജയിച്ചു. 100% വിജയിച്ചു. അതിനെ പ്രകടമാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചേർന്നൊരാമേൻ പറയാമോ? ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 31-ന്റെ 23-ാം വാക്യം പറയുന്നു,
യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിക്കുവീൻ. That's a prayer. നമ്മളെല്ലാവരും, അമ്മമാരെല്ലാം ഒന്ന് കൈപൊക്കി പിടിച്ചേ, അപ്പന്മാരൊന്ന് കൈപൊക്കി പിടിച്ചേ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്നാണെന്നറിയോ? ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങേ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം കൊടുക്കണം. Are you with me? കൈ താഴ്ത്തിയിട്ടേ. കാരണം ബ്രദർ റിക്സൺ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, ബൈബിൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടോ? കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും, ഓഫറിംഗ് കൊടുക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ബൈബിളിലില്ല. ദശാംശം കൊടുക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ബൈബിളിലില്ല. കൈയടിച്ച് പെന്തിക്കോസ് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവെ പിന്മഴ നൽകാന്നുള്ള പാട്ട് പാടാത്തവൻ ശപിക്കപ്പെട്ടവനാന്ന് ബൈബിളിലില്ല. തുള്ളിച്ചാടാത്തവനോ പാട്ട് പാടാത്തവനോ ഗിറ്റാർ അടിക്കാത്തവനോ ശപിക്കപ്പെട്ടവനാണെന്ന് ബൈബിളിലില്ല. ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എന്താണ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം? കർത്താവിനെ സ്നേഹിക്കുന്നവൻ കൈ കൊട്ടും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ ടൈത്ത് കൊടുക്കും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ സുവിശേഷവേല ചെയ്യും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ ചർച്ചയിൽ വരും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ പാട്ട് പാടും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ സകല പ്രവൃത്തികളെയും ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഇതിൽ ഇരിപ്പുണ്ടെങ്കിൽ അവർ ഒന്ന് വെളിപ്പെടുത്തി കർത്താവിനെ സ്നേഹിക്കുന്നവൻ ഇത് ചെയ്യാൻ അവനെ പഠിപ്പിക്കണ്ട, അവനത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഒരു ദൈവദാസനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം. ദൈവത്തെ സ്നേഹിക്കുന്നവർ മാത്രമേ തൻ്റെ ദാസന്മാരെ സ്നേഹിക്കുകയുള്ളൂ. അതാണ് യേശു പറഞ്ഞത്, നിങ്ങളെ കൈക്കൊള്ളുന്നവർ, ശിഷ്യന്മാരെ തൊട്ടേച്ചാ പറയുന്നത്, നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു. ഒന്ന് കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. Thank you, precious Jesus. I'm coming to the precious word. പൗലോസ് പറയുന്നു, ഞങ്ങളെ നിർബന്ധിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന പണമല്ല, ഞങ്ങളെ നിർബന്ധിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന പദവിയല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ കമോൺ, ഇന്ന് പകൽ ആ സ്നേഹത്തിൽ ശുശ്രൂഷിക്കുന്നവർ എത്ര പേരുണ്ട്? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ. ഹല്ലേലൂയ. മോനെ, ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാമോ എന്നെ? 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. Oh my God, I thank you Lord Jesus for this beautiful word. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കട്ടെ. വാ തുറന്ന് എല്ലാവരും പറഞ്ഞ്, എല്ലാവരും യേശുവിൻ്റെ സ്നേഹത്തിലോട്ട് തിരിയട്ടെന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തി പറഞ്ഞ് എല്ലാവരും, എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ മക്കൾ, എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വൈഫ്, എൻ്റെ സഭാ വിശ്വാസികൾ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ നെയ്ബേഴ്സ്, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, എവ്രിവൺ ലോർഡ്, എല്ലാവരും അപ്പാ അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരിയട്ടെ. ആമേൻ. യെസ്. നമ്മൾ ചില സമയത്ത് പറയുന്നൊരു വാക്കില്ലേ, സ്വർഗത്തിൽ ചെല്ലുമ്പം അന്നാളിൽ ചിലരെന്നോട് നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തി, പക്ഷെ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ചിലർക്ക് ദൈവീക കൃപാദാനങ്ങളുണ്ട്, അവർ പ്രവചിക്കും, ഭൂതങ്ങളെ പുറത്താക്കും, അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യങ്ങളുണ്ടാകും. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലും പ്രസംഗങ്ങൾ വളരെ കുറവാ. അപ്പോസ്തല പ്രവർത്തികൾ തന്നെ. അപ്പോസ്തല പ്രസംഗമാണോ അപ്പോസ്തല പ്രവൃത്തിയാണോ? പ്രവൃത്തികൾ. എന്താ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് വന്നത്?
അവരിലൂടെ വെളിപ്പെട്ട അത്ഭുതങ്ങൾ, അവരിലൂടെ വെളിപ്പെട്ട വീര്യപ്രവൃത്തികൾ, അവരുടെ ശുശ്രൂഷയിലുണ്ടായ മിറക്കിളുകൾ, പ്രവൃത്തികൾ, അവർ പ്രവർത്തിച്ച പ്രവർത്തന മേഖലകൾ, അവരുടെ പ്രവൃത്തികളെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകം ഉണ്ടായത്. ഹല്ലേലൂയ. ഓരാമീൻ പറയാം. ഇത് യോഹന്നാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1 വേർഡ് 1 നോക്കിയേ. 1 യോഹന്നാൻ സുവിശേഷമല്ല, 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം നോക്കി. ആദ്യം മുതലുള്ളതും അപ്പോസ്തലൻ പറയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയത്, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. എന്തൊക്കെയാ സംഭവിച്ചത്? ഒന്ന്, ഞങ്ങള് തുടക്കം മുതലേ ഞങ്ങൾക്ക് കേൾക്കാനുണ്ടായിരുന്നു. ഇവരാരുടെ കൂടെ ആയിരുന്നു? പറ. യേശുവിന്റെ കൂടെ. യോഹന്നാൻ ആരുടെ കൂടെ ആയിരുന്നു? യേശുവിന്റെ കൂടെ. അപ്പൊ തുടക്കം മുതൽ അവർക്ക് എന്തുണ്ടായിരുന്നു? കേൾക്കാനുള്ളതുണ്ടായിരുന്നു, കാണാൻ, നോക്കി കാണത്തക്ക രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കണ്ണ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട എന്ന് പറഞ്ഞില്ല, കാണാനുണ്ടായിരുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ കൈ തൊട്ട, ഞങ്ങൾക്ക് തൊട്ട് അനുഭവിക്കാനുണ്ടായിരുന്നു. അപ്പം സുവിശേഷം എന്ന് പറയുന്നത്, വചന ശുശ്രൂഷ എന്ന് പറയുന്നത്, ഒരു സഭായോഗം എന്ന് പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ മാത്രമുള്ള ഒന്നല്ല. ചിലതൊക്കെ കാണാൻ പറ്റും, ചിലതൊക്കെ തൊട്ട് അനുഭവിക്കാൻ പറ്റും. യേശു വരുന്നിടത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകും, യേശു വരുന്നിടത്ത് വിടുതലുകൾ ഉണ്ടാകും, യേശു വരുന്നിടത്ത് മിറക്കിളുകൾ നടക്കും, പ്രവചനങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതൊന്നും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാത്ത, ഈ കോളിംഗ് ഇല്ലാത്തവർ ആ വാക്യം എടുത്തു വെക്കും. ആ വാക്യം എടുത്തു വെച്ചിട്ട് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷെ അങ്ങനല്ല കർത്താവ് പറഞ്ഞത്. ആ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളെ ഒരു നാളും, മോനെ ശുശ്രൂഷകരെല്ലാം എന്നെ കേൾക്കണം. എവിടെയാ പ്രശ്നം എന്നറിയോ? പ്രശ്നം ഇതാണ്, ഇവര് പ്രൊഫസി ചെയ്തു, ഇവര് ഹീലിംഗ് മിനിസ്ട്രി ചെയ്തു, ഇവര് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടൊരു കൂട്ടരാണ്. എല്ലാ ഹീലിംഗ് മിനിസ്റ്റേഴ്സും, എല്ലാ പ്രോഫറ്റ്സും, എല്ലാ അപ്പോസ്റ്റൽസും നരകത്തിൽ പോകുന്നല്ല അതിന്റെ അർത്ഥം. ചേർന്ന് ആമീൻ പറയാം. പക്ഷെ ഇവരെ നോക്കി യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല. ഇനി ആ പോയിന്റിൽ നിന്നിട്ട് ഒരു വാക്യം ഒന്ന് വായിക്കണം. എല്ലാവരും വായിച്ചിരിക്കണം, എല്ലാവരും ഇത് പഠിച്ചിരിക്കണം. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 8 വേർഡ് 3. എനിക്ക് എന്നിട്ട് ഈ വാക്യം വീണ്ടും തരണം. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക്, ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് സന്തോഷം വരുമെന്നാ. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ ചോദിക്കട്ടെ, മരണപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ എത്ര പേർക്ക് ഇഷ്ടമാണ്? എത്ര പേർക്ക് സ്നേഹം? എത്ര പേർക്ക് അദ്ദേഹത്തെ സ്നേഹമായിരുന്നു? പക്ഷെ എൻ്റെ ചോദ്യം, നിങ്ങളിൽ എത്ര പേരെ അദ്ദേഹത്തിന് പേഴ്സണലി അറിയാം? പ്രധാനമന്ത്രിയെ സ്നേഹിക്കുന്നു, പക്ഷെ പ്രധാനമന്ത്രി നിങ്ങളെ സ്നേഹിക്കുന്നു? നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ അറിയാം, പക്ഷെ അമേരിക്കൻ പ്രസിഡന്റിന് നിങ്ങളെ അറിയാവോ? പക്ഷെ യേശുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്, അവനെ അറിഞ്ഞിട്ടില്ലാത്തവരെയും അവൻ അറിയാം. സ്നേഹിക്കുന്നവർന്ന് മാത്രമല്ല, സ്നേഹിച്ചാൽ അറിയുന്നു, പക്ഷെ അവനെ അറിഞ്ഞിട്ടില്ലാത്തവരെ പോലും അവൻ അറിയാം. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ഈ അങ്ങോട്ട് പോയി വലിയ ശുശ്രൂഷ ചെയ്തവരെ നോക്കി കർത്താവിന് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നല്ലേ. അപ്പൊ എന്നെ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, ഇവർക്ക് ഹീലിംഗ് മിനിസ്ട്രി ഉണ്ടായിരുന്നു, ഡെലിവറൻസ് മിനിസ്ട്രി ഉണ്ടായിരുന്നു, പല ശുശ്രൂഷകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവർ കർത്താവിനെ അല്ലായിരുന്നു സ്നേഹിച്ചത്. അവർ മിനിസ്ട്രിയിൽ, അവരുടെ ശുശ്രൂഷയിൽ അവർ മറ്റെന്തിനെയൊക്കെ സ്നേഹിച്ചവരായിരുന്നു. പ്രൈസ് ഗോഡ്. അവരെ നോക്കി ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. എന്നാൽ ഇന്നും ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് എന്നവണ്ണം നിൽക്കുന്നവരുണ്ടെങ്കിൽ
Yes, you are the right person in heaven. പരിശുദ്ധാത്മ പറയുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം അറിയുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ പാസ്റ്ററെ, കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ഒരു വലിയ പ്രത്യേകതയാണ്, അവരെ എങ്ങനെ വചനപ്രകാരം അറിയാമെന്ന് ചോദിച്ചാൽ ഒരു ഹാപ്പി ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് സങ്കീർത്തനം 5:11. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നവർ, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, എന്ത് വെല്ലുവിളി വന്നാലും, that people will rejoice in his presence. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അതാണ് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 23, 24, 25 വാക്യം. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാക്കാൻ കൽപ്പിച്ചു. അവർ ഇങ്ങനെ കൽപ്പന കിട്ടുകയിൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്കോ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പിടിച്ചകത്തിട്ട് കൈയും കാലും ആമത്തിലിട്ട് ബന്ധിച്ച് ജയിലിനകത്തിട്ട് അടുത്ത ദിവസം കോടതി വിസ്താരത്തിന് കൊണ്ടുപോകാൻ കിടക്കുന്ന 2 പ്രതികളാ. രാത്രി ജയിലിനകത്ത് ഭയങ്കര പാട്ടും പ്രാർത്ഥനയും. ഹല്ലേലൂയ. കർത്തരുടെ പിള്ളകൾ ഉയർ വാണാലും താഴ്വാണാലും അവർ സന്തോഷമായിരുക. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? ആ പ്രതിസന്ധി ഘട്ടത്തിൽ, ആ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ, അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ ബാക്കിയുള്ള തടവുകാരെല്ലാം അവരെ ശ്രദ്ധിച്ചു. നിങ്ങളെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രയൽ വരുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു വെല്ലുവിളി വരുമ്പോൾ നിങ്ങളുടെ മുഖം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഡൗൺ ആകരുത്. നിങ്ങളുടെ പ്രതിസന്ധിയിൽ, നിങ്ങളുടെ വെല്ലുവിളികളിൽ ഞാൻ പറയട്ടെ, പിശാച് നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അവിടെ നീ ദൈവ സാന്നിധ്യത്തിൽ ചിരിക്കാൻ നിന്നാൽ, സെലിബ്രേറ്റ് ചെയ്യാൻ നിന്നാൽ, പൈശാചിക മേഖലകൾ തകരും. സാത്താൻ ലജ്ജിതനായി ഓടിപ്പോകും. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. 26-ാമത്തെ വാക്യത്തിൽ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. My goodness. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നു, എല്ലാവരുടെയും ചെങ്ങല അഴിഞ്ഞു വീണു. 27-ാമത്തെ വാക്യത്തിൽ കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു, വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടു. അവൻ വാളൂരി തന്നെ താൻ കൊല്ലാൻ ഭാവിച്ചു. 28-ാമത്തെ വാക്യത്തിൽ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുതെന്ന് പറഞ്ഞു. 29-ാമത്തെ വാക്യത്തിൽ അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണു. ആരാധിച്ചവന്റെ മുൻപിൽ ജയിലിൽ അടച്ചവൻ മുട്ടുകുത്തി. അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രതിസന്ധിയുടെ നടുവിൽ പാടിയവന്റെ മുൻപിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ ആരാധിച്ചവന്റെ മുൻപിൽ, വെല്ലുവിളിയുടെ മുൻപിൽ ദൈവത്തെ സ്തുതിച്ചവന്റെ മുമ്പിൽ സാഹചര്യങ്ങൾ അവന്റെ കാൽ കീഴിലാകുകയാണ്. സാഹചര്യങ്ങൾ അവൻ അനുകൂലമാകുകയാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്ക് എങ്ങനെ പാടാതെ വസിക്കാൻ കഴിയും? ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. എന്നെ നടത്തുന്ന, എന്നെ താങ്ങുന്നവൻ യാഹല്ലാതാരുമില്ല. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാഹല്ലാതാരുമില്ല. കാരാഗൃഹത്തിലും ഞാൻ
പാടി സ്തുതിക്കും, അടിസ്ഥാനം ഇളകിടുമേ. തീച്ചൂളയതിലും ഞാൻ വെന്തുപോകില്ല, നാലാമനായി ദൈവമുണ്ടല്ലോ. ഞാൻ നിലനിന്നിടും, സാക്ഷിയായിടും, യേശുവന്റെ കൂടെയുള്ളപ്പോൾ. എത്ര പേര് പറയും ഞാൻ നിലനിന്നിടും, സാക്ഷിയായിടും, യേശുവന്റെ. കാരാഗൃഹത്തിലും ഞാൻ അടിസ്ഥാനം ഇളകിടുമേ. ദൈവമക്കൾ ചിരിക്കുമ്പോൾ, നിങ്ങളൊന്ന് തുള്ളിച്ചാടുമ്പോൾ, നിങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ, നിങ്ങൾ കൈ അടിക്കുമ്പോൾ, ഇത്രയും പ്രശ്നത്തിന്റെ നടുവിലും ചിരിക്കുമ്പോൾ പകൽ അടിസ്ഥാനങ്ങൾ കുലുങ്ങി പോകട്ടെ. കാരാഗൃഹത്തിലും ഞാൻ പാടി സ്തുതിക്കും, അടിസ്ഥാനം ഇളകിടുമേ. തിച്ചുളയതിലും ഞാൻ വെന്തുപോകില്ല, നാലാമനായി ദൈവമുണ്ടല്ലോ. ഞാൻ നിലനിന്നിടും, സാക്ഷിയായിടും, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. ശബ്ദമുയർത്തി. നിലനിന്നിടും, സാക്ഷിയായിടും, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും, ഞാൻ പാടാതെ എങ്ങനെ വസിക്കും, സ്തുതിക്കാതെ ഇരിക്കും. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ, ആരുമില്ല. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ, ആരുമില്ല. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്നവരെന്ന് കൈ ഉയർത്തി പിടിച്ച്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. മക്കളെ, കർത്താവിനെ സ്നേഹിക്കുന്നവരെന്ന് കൈ താഴ്ത്തിയിട്ടെ. ഈ പ്രൊഫസിക്ക് അപ്പുറമായ ഒരു പ്രൊഫസി വേറെ ഇല്ല കേട്ടോ. എക്സോഡസ് ചാപ്റ്റർ 20 പുറപ്പാട് 20-6 വാക്യത്തിൽ ബൈബിൾ പറയുന്നു, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്, എന്നെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ 1000 തലമുറ, 1000 ജനറേഷൻ. ഹല്ലേലൂയ. ശാപം 3 തലമുറയിലാ വരുന്നെങ്കിൽ, ആമീൻ, ദൈവത്തെ സ്നേഹിക്കാത്തവന്റെ കുടുംബത്തിൽ ശാപം 3 തലമുറയിലാ വരുന്നതെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ കുടുംബത്തിൽ 1000 തലമുറയിലേക്ക്, 1000 ജനറേഷൻ കൈമാറുക. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, സൂര്യൻ അതിന്റെ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ. സൂര്യൻ അതിന്റെ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ വലിയ മാന്യതകളെ ആത്മാവ് കൽപ്പിക്കട്ടെ. സൂര്യൻ അതിന്റെ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ. പൊന്ന് സഹോദര, സൂര്യൻ അതിന്റെ പ്രതാപത്തോടെ ഉദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇരുട്ടിന് പിന്നെ ഒരു രക്ഷയില്ല. സൂര്യൻ അതിന്റെ പ്രതാപത്തോട് ഉദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിന്റെ അടുത്തൊരു 1000 മീറ്റർ പോലും അപ്പുറത്ത് നിന്ന് നിൽക്കാൻ പറ്റുകയില്ല. സൂര്യൻ അതിന്റെ പ്രതാപത്തോട് ഉദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ശക്തികൾക്ക് പിന്നെ അതിനെ തടയാൻ കഴിയുകയില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന കുടുംബങ്ങളോട്, കർത്താവിനെ സ്നേഹിക്കുന്ന മക്കളോട് ഈ വചനത്തെ നെഞ്ചിൽ പിടിച്ച്, വചനത്തിന്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ, ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ ഞാൻ ഈ വാക്ക് റിലീസ് ചെയ്യുന്നു. നീയും നിന്റെ കുടുംബവും സൂര്യൻ അതിന്റെ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ ഉദിക്കുന്ന സീസണിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നയിക്കട്ടെ. Oh, wonderful Jesus. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വെച്ചിരിക്കുന്ന പ്രോമിസ് ചെറുതല്ല.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് 122 സങ്കീർത്തനത്തിൻ്റെ 6-7 വാക്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ച് ഞാൻ തന്നെ വിളിച്ചു പറയും, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യം ഉണ്ടാകട്ടെ. നിന്നെ സ്നേഹിക്കുന്നവർ, യേശുവപ്പാ അങ്ങേ സ്നേഹിക്കുന്നവർക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ. അവരുടെ കൊത്തളങ്ങളിൽ സമാധാനവും അവരുടെ അരമനകളിൽ സ്വൈര്യത ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിനെ സ്നേഹിക്കുന്ന കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു, അല്പം ഇളച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം എല്ലാ ഭയത്തെയും പുറത്താക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരപ്പ എനിക്കുണ്ട് എന്ന ബോധ്യത്തിലുള്ളവർ ആത്മാവിൽ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ശബ്ദമുയർത്തി കർത്താവിനെ കാരാഗ്രഹത്തിലും ഞാൻ പാടി സ്തുതിക്കും. അടിസ്ഥാനം ഇളകിടുമേ, തിച്ചുളയതിലും ഞാൻ വെട്ടുപോകില്ല. കൂടെയുണ്ടല്ലോ. കാരാഗ്രഹത്തിലും ഞാൻ പാടി സ്തുതിക്കും. അടിസ്ഥാനം ഇളകിടുമേ, തിച്ചുളയതിലും ഞാൻ വെട്ടുപോകില്ല. നാലാവാനായി ദൈവമുണ്ടല്ലോ. ഞാൻ നിലനിന്നിടും, സാക്ഷിയായിടും യേശുവിന്റെ കൂടെയുള്ളപ്പോ. ഞാൻ നിലനിന്നിടും, സാക്ഷിയായിടും യേശുവിന്റെ കൂടെയുള്ളപ്പോ. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും, നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും, നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാഹല്ലാരുമില്ല. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാഹല്ലാരുമില്ല. കാരാഗൃഹത്തിലും ഞാൻ പാടി സ്തുതിക്കും. അടിസ്ഥാനം ഇളകിടുമേ, തിച്ചുളയതിലും ഞാൻ വെട്ടുപോകില്ല. നാലാകാനായി ദൈവമുണ്ടല്ലോ. നിലനിന്നിടും, സാക്ഷിയായിടും യേശുവിന്റെ കൂടെയുള്ളപ്പോ. ശബ്ദമുയർത്തി. ഞാൻ നിലനിന്നിടും, സാക്ഷിയായിടും യേശുവിന്റെ കൂടെയുള്ളപ്പോ. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും, നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. പാടാതെ എങ്ങനെ വസിക്കും, നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാഹല്ലാരുമില്ല. 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 എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ കാരാഗൃഹത്തിലും ഞാൻ പാടി സ്തുതിക്കും. അടിസ്ഥാനം ഇളകിടുമേ, തിച്ചുളയതിലും ഞാൻ വെട്ടുപോകില്ല. നാലാവാനായി ദൈവമുണ്ടല്ലോ. കാരാഗൃഹത്തിലും ഞാൻ പാടി സ്തുതിക്കും. അടിസ്ഥാനം ഇളകിടുമേ, തിച്ചുളയതിലും ഞാൻ വെട്ടുപോകില്ല. നാലാവാനായി ദൈവമുണ്ടല്ലോ. ഞാൻ നിലനിന്നിടും, സാക്ഷിയായിടും യേശുവിന്റെ കൂടെ
ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവും പൂർണ്ണ ശക്തിയോടെ നീ സ്നേഹിക്കണം. വേറെ ഒന്നും വേണ്ട കർത്താവേ, അങ്ങേ സ്നേഹിക്കുന്ന ഒരു നല്ല ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുമാരെന്ന് കൈകൾ ഉയർത്തി. അങ്ങേ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, അങ്ങേ സ്നേഹിക്കുന്ന ഒരു ഹൃദയം. ദൈവസ്നേഹം ഒന്നേയൻ പ്രശംസ, അല്ലാതെ മറ്റൊന്നില്ല. ദൈവസ്നേഹം ഒന്നേൻ പ്രശംസയേ, സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരെ ശബ്ദമുയർത്തി സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന യേശുവേ, ദൈവ സ്നേഹത്തിൽ വൻകൃപയേ, ഒഴുകി അടിയനിൽ പെരുകണമേ. സ്നേഹസാഗരമാ സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ, കുരിശിൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞത നിത്യസ്നേഹമേ, എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല നാഥനേ, എന്തു നൽകും അങ്ങയുടെ സ്നേഹത്തിൽ ഈ സഭ ഈ ജനം നിറയട്ടെ കർത്താവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം പാതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം പാതനെന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കോ സൂര്യൻ തൻ്റെ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ അവരുടെ ജീവിതം അനുഗ്രഹപൂർണമാകും. യഹോവയെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കും. അവരുടെ അരമനകളിൽ സമാധാനവും അവരുടെ കൊത്തളങ്ങളിൽ സന്തോഷവും ഉണ്ടാകും. അപ്പാ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ പരസ്പരം സ്നേഹിക്കാനുള്ള കൃപ തരണമേ. സ്നേഹത്തിൽ ക്ഷമയുണ്ട്, സ്നേഹത്തിൽ ഐക്യതയുണ്ട്, സ്നേഹത്തിനകത്ത് വൈരാഗ്യമില്ല,
സ്നേഹത്തിനകത്ത് വിദ്വേഷമില്ല, സ്നേഹത്തിനകത്ത് ചതിയില്ല, സ്നേഹത്തിനകത്ത് വഞ്ചനയില്ല. ആ പ്യുവർ ലവ്, ഡാഡി, യുവർ പ്യുവർ ലവ്. Fill my heart today morning, Lord. അത് ആഗ്രഹിക്കുന്നവർ ആ കൈ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് എന്നിട്ടൊന്ന് ചങ്ക് പൊട്ടി കർത്താവിനോടൊന്ന് പറഞ്ഞ്, എൻ്റെ സ്നേഹം ഒരു അഭിനയമാകല്ലേ കർത്താവേ, എൻ്റെ സ്നേഹം ഒരു ആക്ട് ആകല്ലേ കർത്താവേ, എൻ്റെ സ്നേഹം ഹൃദയത്തിൽ നിന്നാകട്ടെ, അങ്ങയോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിക്കട്ടെ കർത്താവേ. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ എനിക്ക് തിരികെ തരണമേ, എൻ്റെ വചനധ്യാനത്തെ എന്നിൽ തിരികെ തരണമേ. അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയുടെ ആലയത്തെ സ്നേഹിക്കുമല്ലോ, അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയുടെ ജനത്തെ സ്നേഹിക്കുമല്ലോ, അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയുടെ ദാസന്മാരെ സ്നേഹിക്കുമല്ലോ. എത്ര പേർ പറയും, ഞങ്ങൾക്കുള്ളതൊന്നും ഞങ്ങളുടെ അല്ല കർത്താവേ, ഞങ്ങളെ സ്നേഹിച്ച യേശുവേ, അങ്ങയുടെ മുൻപിലേക്ക് സകലതും എടുത്തിടുക കർത്താവേ. ഞങ്ങൾക്കുള്ള എല്ലാറ്റിനെയും അങ്ങയുടെ പാദത്തിലേക്ക് വയ്ക്കുക കർത്താവേ. എൻ്റെ ശക്തി എന്ന് പറയുന്നതും എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും എൻ്റെ ആരോഗ്യവും എൻ്റെ പണവും എൻ്റെ സമയവും എല്ലാം I will give it to you, Lord Jesus. യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും.